Okay, students. Next, lac operon. What is meant by lac operon? That is a group of gene which control the metabolism of lactose. That is breakdown of lactose. That is lac operon. Lac operon in E. coli. That is discuss here. That was proposed by Francis Jack Monod. Francis Jacob and Jack Monod. Francois Jacob and Jack Monod. And this mainly in this operon system, the first important gene is the regulatory gene. Regulator gene or I gene or inhibitor gene. There three structural genes: lac Z gene, lac Y gene, lac A gene. This is DNA particular gene. This gene is represented P, promoter, pre-promoter, I, regulator gene. This is regulator gene represented. Regulator gene. This is transcription starting area. Promoter. Promoter. This is operator gene. Operator. This is translate operator. Z to Y, 3 genes present. That is translation. This gene active character express protein produce this structural gene produce. Now, lac operon is extra regulatory gene or inhibitor or I gene. Regulatory gene. This is lac operon picture. The promoter region, that is regulation start promoter region. That is promote process promote. Already E. coli bacteria action gene regulation grow in medium important. E. coli bacteria in the present absence of lactose. Lactose illata, lactose ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു എൻസൈം ഉണ്ടായി അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുള്ളൂ. ലാക്ടോസ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ്. നമുക്ക് ഇതേ ജീൻസുകൾ ഇങ്ങോട്ട് അതിന്റെ പാർട്ടുകൾ വരയ്ക്കാം. ഇത് പ്രൊമോട്ടർ അല്ലേ? ഇതെന്താണ്? ഐ എന്ന് പറയുന്നത് എന്താണ്? റെഗുലേറ്റർ ജീൻ. ഇത് റെഗുലേറ്റർ ജീൻ ആണ് അല്ലേ? റെഗുലേറ്റർ ജീൻ ഓർ ഐ ജീൻ ഓർ ഇൻഹിബിറ്റർ ജീൻ എന്ന് പറയാം. ഇവിടെയോ ഇത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊമോട്ടർ. This operator, മൊത്തത്തിനെ control ചെയ്യണം. സ്വിച്ച് ഓഫ് ചെയ്യും സ്വിച്ച് ഓൺ ചെയ്യുന്ന പ്രോസസ് റോളാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇത് സ്ട്രക്ചർ ജീനിനെ Z, Y, A 3 സ്ട്രക്ചർ ജീനാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ലാക് Z, ലാക് Y, ലാക് A ഇങ്ങനെ 3 ജീനുകൾ പ്രസന്റ് ആണ്. അപ്പോൾ ഇത് കോള ബാക്ടീരിയയുടെ ഒരു DNA പാർട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസിൽ എന്താണ് നടക്കുന്നത്? Regulatory gene in the role in the regulatory gene. What is the role of regulatory gene? It is code for a protein a repressor protein. Repressor protein. Regulatory gene code in the protein a repressor. That produces regulatory gene or I gene. But this protein producing in the mRNA mRNA protein produce ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആദ്യമേ തന്നെ ഈ ഐ ജീൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ വഴി ഒരു റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ mRNA ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഐ. ഈ റിപ്രസർ mRNA ആണ് ആദ്യം പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ വഴിയിട്ട് ഒരു പ്രോസസ്സ് വഴിയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ഇവിടെ നടക്കണം. അപ്പോൾ ഈ റെഗുലേറ്ററി ജീൻ ഓർ ഇൻഹിബിറ്റർ ജീൻ ഓർ ഐ ജീൻ ക്യാൻ പ്രൊഡ്യൂസ് റിപ്രസർ mRNA. റിപ്രസർ mRNA എന്തുണ്ടാവും? ഒരു റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാവും. റിപ്രസർ പ്രോട്ടീൻ mRNAക്ക് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. റിപ്രസർ പ്രോട്ടീൻ മനസ്സിലായോ? റിപ്രസർ പ്രോട്ടീൻ ഇത് റിപ്രസർ mRNA. റിപ്രസർ mRNA റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാവുന്നു. ഈ റിപ്രസർ പ്രോട്ടീൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസിലാണെങ്കിൽ, ഇവിടെ ലാക്ടോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ റിപ്രസർ പ്രോട്ടീൻ ഇവിടെ വന്നത് ഇതുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്റർ ജീനുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്റർ ജീനുമായിട്ട്
ബൈൻഡ് ചെയ്യണം. ഈ ഓപ്പറേറ്റർ ജീനുമായിട്ട് ഈ പ്രോട്ടീൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഓഫ് ആയി, ഇത് ഓഫായി പോയി. ഓക്കെ, ഇത് ഓഫായി. ഓപ്പറേറ്റർ ജീൻ ഓപ്പറേഷൻ ദാറ്റ് മീൻസ് ഇവിടെയാണ് നമ്മൾ പ്രൊമോട്ടർ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇത് പ്രൊമോട്ടർ DNA ഭാഗമാണല്ലോ. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്ററി ജീൻ. ഇവിടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏത് എൻസൈമാണ്? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്യണം അല്ലേ. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ഈ പ്രൊമോട്ടർ റീജിയൻ ഒന്ന് ബൈൻഡ് ചെയ്യണം. ഈ പ്രൊമോട്ടർ റീജിയൻ ബൈൻഡ് ചെയ്തതിനു ശേഷം ആ എൻസൈം ഇവിടെ മൂവ് ചെയ്യണം. ഇങ്ങനെ മൂവ് ചെയ്താൽ മാത്രമേ അത് പോകുന്ന വഴിയിലെ ഇൻഫോർമേഷൻസ് കോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ mRNA. പക്ഷെ ഇങ്ങനെ ഒരു റിപ്രസർ പ്രോട്ടീൻ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്താൽ ഈ ഒരു ഭാഗം സ്വിച്ച് ഓഫ് ആയി RNA പോളിമറൈസിന് ഒരു കാരണവശാലും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ സാധിക്കില്ല. മൂവ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ട്രാൻസ്ലേഷൻ ഈ ഒരു ZYA എന്ന ജീനിന് യാതൊരു ഫംഗ്ഷൻ നടക്കില്ല. അവിടെ വെച്ച് നമുക്ക് ട്രാൻസ്ലേഷൻ നടക്കില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസിൽ. മനസ്സിലായോ? ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസിൽ. എന്താണ് നടക്കുന്നത്? റെഗുലേറ്ററി ജീൻ എന്ത് പറ്റുന്നു? റെഗുലേറ്ററി ജീൻ പ്രൊഡ്യൂസ് റിപ്രസർ പ്രോട്ടീൻ. ഒരു റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെ? ട്രാൻസ്ലേഷൻ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലേഷൻ തന്നെ വേണം. അപ്പൊ ഇത് ഒരു ജീനാണല്ലേ, ഒരു DNA ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് mRNA പ്രൊഡ്യൂസ് ചെയ്ത് mRNA ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു. ആ പ്രോട്ടീൻ ഇവിടുത്തെ തന്നെ ഓപ്പറേറ്റർ ജീനുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുക. ഉടനെ തന്നെ പ്രോട്ടീൻ ഉണ്ടായാൽ ഇത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ പ്രൊമോട്ടറിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന DNA ഡിപ്പെൻഡ് RNA പോളിമറൈസ് എൻസൈംസിന് ഈ ഒരു മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ പ്രോസസ്സ് നടക്കില്ല. ഈ ജീനിന് ആക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ഫലമായിട്ട് അവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതായത് Z ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ലാക്ടോസ് എന്ന മെറ്റബോളിസമോ പെർമിയസ് ഇതൊന്നും ട്രാൻസാസിഡേറ്റ് ഇതിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസിൽ എന്ത് സംഭവിക്കുന്നു? In the presence of lactose എന്താണ് പറ്റുന്നത്? സി ഇവിടെ ആദ്യം എന്തിട്ടാണ്? പ്രൊമോട്ടർ അല്ലേ. പിന്നെ ഇവിടെ എന്തിട്ടാണ് വരേണ്ടത്? I റെഗുലേറ്ററി ജീൻ, പിന്നെ P and പ്രൊമോട്ടർ, O ഓപ്പറേറ്റർ, പിന്നെ 3 സ്ട്രക്ചറൽ ജീൻ ZYA. 3 സ്ട്രക്ചറൽ ജീനും ഉണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസിലാണ് കേട്ടോ. പ്രസൻസ് ഓഫ് ലാക്ടോസ്. അപ്പൊ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഇൻഡ്യൂസർ ഇവിടെ ഉണ്ട് മീഡിയത്തിൽ. ഇവിടെ ലാക്ടോസ് ഇൻഡ്യൂസർ ഇവിടെ ഇല്ല. ഈ ഇക്കോളെ ബാക്ടീരിയയുടെ ചുറ്റും എന്താണ്? ഒരു ഇൻഡ്യൂസറായ ലാക്ടോസ് ഇരിപ്പുണ്ട് അല്ലെ. ഒരു ഇൻഡ്യൂസറായ ലാക്ടോസ് ഇങ്ങനെ കൊടുക്കാം നമുക്ക്. ലാക്ടോസ് ഇവിടെ ഇരിക്കണം വിചാരിക്കാം. അപ്പോഴാണ് ആര് ഈ റെഗുലേറ്ററി ജീൻ സാധാരണ പോലെ തന്നെ റെഗുലേറ്ററി ജീൻ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യും. mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ട്രാൻസ്ക്രിപ്ഷൻ വഴിയിട്ട് mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്തായിട്ട് മാറും? റിപ്രസർ പ്രോട്ടീൻ ആയിട്ട് മാറും അല്ലേ. റിപ്രസർ പ്രോട്ടീൻ ആയിട്ട് മാറുന്നു. റിപ്രസർ പ്രോട്ടീൻ. ഈ റിപ്രസർ പ്രോട്ടീനിൽ ആര് വന്നിരിക്കും? ഇവിടെ ഒരു ഇൻഡ്യൂസ് ലാക്ടോസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ റിപ്രസർ പ്രോട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലാക്ടോസ് വന്ന് ഇതിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യും. ലാക്ടോസ് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്താൽ ഈ റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവായി. ഇറ്റ് ബിക്കം ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഈ റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ റിപ്രസർ പ്രോട്ടീൻ ഒരിക്കലും ഈ ഓപ്പറേറ്റർ ജീനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ വന്ന് റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ ഓൺ ആണ്. ഓപ്പറേറ്റർ ജീൻ ഓൺ ആയി DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് എന്ന എൻസൈം പ്രൊമോട്ടറുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതായത് ഇവിടെ ഒരു ഇൻഡ്യൂസർ ഇവിടെ ഉണ്ട്. ലാക്ടോസ് ഇവിടെ സെല്ലിനുള്ളിൽ കയറി കഴിഞ്ഞു. അപ്പൊ ഇവിടെ RNA ഡിപ്പെൻഡന്റ് പോളിമറൈസ് വന്ന് ഇവിടെ പ്രൊമോട്ടർ ബൈൻഡ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഓപ്പറേറ്റർ ഓൺ ആണ്. ഉടനെ ഓപ്പറേറ്റർ ഓൺ ആയി. ഇവിടെ ആരും ഓഫാക്കി ഇടുന്നില്ല, കാരണം ഇവിടെ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഓൺ ആണ്. അതുകൊണ്ട് ഇത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ജീൻ ZYA എന്ന ജീൻ അല്ലെ, 3 ജീൻസിന്റെ ആക്ഷൻ തുടങ്ങും. ഉടനെ തന്നെ ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? mRNA പ്രൊഡ്യൂസ് ചെയ്യും. mRNA ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. mRNA എന്തുണ്ടാവും? പ്രോട്ടീൻ ഫോം ചെയ്യുന്നു. 3 പ്രോട്ടീനാണ് ഈ ജീനിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ZYA എന്ന 3 ജീൻസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ലാക്ക് mRNA ആയിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. ലാക്ക് mRNA.
അപ്പോൾ ആദ്യമേ ഉണ്ടാവുന്നത് ബീറ്റ ഇസഡ് ജീനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിസിസ് ഓഫ് ലാക്ടോസ് ആണ് നടക്കുന്നത്. അതിന് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യും ലാക് ഇസഡ്. അപ്പോൾ ഒരു പ്രോട്ടീനാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എൻസൈം എന്ന് പറഞ്ഞ പ്രോട്ടീൻ. അപ്പം ഇസഡ് ബീറ്റ ഗാലക്ടോസിഡൈസ് എൻസൈം ചെയ്യുന്നു, എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ എൻസൈംസ് എന്ത് ചെയ്യാൻ പറ്റും? ലാക്ടോസിന്റെ ഹൈഡ്രോളിസിസ് നടത്താൻ പറ്റും അല്ലേ. അതേപോലെ വൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെർമിയസ് എന്ന എൻസൈംസിന് പെർമിയസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്താൽ അതിന്റെ സെൽ പെർമിബിലിറ്റി കൂട്ടാൻ സാധിക്കും. പെർമിബിലിറ്റി ഓഫ് സെൽ ഈ കോളേഡ് സെല്ലിന്റെ സെൽ പെർമിബിലിറ്റി കൂട്ടുകയാണ് പെർമിയസിന്റെ. അതുപോലെ നെക്സ്റ്റ് ട്രാൻസ് അസറ്റൈലേസ് എന്ന എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസിൽ നടക്കുന്നത്. അപ്പൊ ലാക്ടോസിന്റെ പ്രസൻസിൽ ഒരു ഇൻഡ്യൂസർ വന്നപ്പോൾ അവിടെ ജീനിന്റെ ആക്ഷനെ കൺട്രോൾ റെഗുലേഷൻ ഓഫ് ജീൻ നടക്കുകയും അവിടെ 3 പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതേസമയം ഇവിടെ ഇൻഡ്യൂസർ ആബ്സെന്റ് ആയിരുന്നപ്പോൾ ഇവിടെ ജീനിന് യാതൊരുവിധ ആക്ഷൻ, അതായത് എപ്പോഴും ഒരു ജീനിന്റെ റെഗുലേഷൻ നടക്കണമെങ്കിൽ അപ്പം ഈ ഒരു മെറ്റാബോളിസം ലാക്ടോസിന്റെ മെറ്റാബോളിസം നടക്കണമെങ്കിൽ 3 ജീനും ഒരുമിച്ച് വരണം. 2 ഇസഡ് മാത്രം വന്നിട്ട് കാര്യമില്ല. അപ്പം ഈ ഇസഡ് വൈ എന്ന 3 ജീനിന്റെ ആക്ഷൻ നടക്കണമെങ്കിൽ ലാക്ടോസ് വേണം. ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ജീനിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ റെഗുലേഷൻ നടക്കുകയുള്ളൂ. It's about the lac operon system. മനസ്സിലായത്? lac operon means a group of gene which control lactose metabolism, and in this lactose metabolism that process is controlled by a regulator gene and 3 structural gene. A regulator gene function which code for a repressor protein. A repressor protein function that it is switch off. A repressor protein can switch off or on the operator gene. Operator gene switch off ചെയ്യും സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് റിപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ യാതൊരു, അതായത് ട്രാൻസ്ലേഷൻ സ്ട്രക്ചർ ജീനിന് നടക്കില്ല. ബൈൻഡ് ചെയ്തില്ലെങ്കിൽ ഈ DNA ഡിപ്പെൻഡ് RNA പോളിമറേസ് എൻസൈം മൂവ് ചെയ്യുകയും ഈ ജീനിലെ ക്യാരക്ടർ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യപ്പെടുകയും ആ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുക, എൻസൈംസ് എന്ന രൂപത്തിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുകയും അവിടെ മെറ്റാബോളിസം നടക്കുകയും ചെയ്യുന്നു. ഓക്കെ.